നമുക്കിന്ന് ബീച്ചിൽ പോയിട്ട് കുറച്ചൊരു വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഇത് ഈ മതിലുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കയറി നോക്കിയിട്ടില്ല. ഇവിടെ എന്ത് സ്ഥലമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്ന ചേട്ടനടുത്ത് ചോദിക്കാം. ഹലോ ചേട്ടാ, ഇതേത് ഈ മതിലൊക്കെ വെച്ചേക്കുന്നത് എന്തിനാ? 2-3 കൊല്ലത്തിന് മുമ്പ് ഒരു പെൺകുട്ടി സൈക്കിളേഴ്സ് അവിടെ പോയി ഇടിച്ച് ആക്സിഡൻ്റ് ആയി അതിൻ്റെ അകത്ത്. അപ്പം തൊട്ട് ആരും അങ്ങോട്ട് പോകാറില്ല. പോലീസ് അവിടെ സീലൊക്കെ വെച്ചു. അവിടെ ആരൊക്കെ പോയിട്ടുണ്ട് അവർ ജീവനോട് തിരിച്ചു വന്നിട്ടേ ഇല്ല. അപ്പം അവിടെ ആരും ഇങ്ങനെ തിരിച്ച് പോയിട്ടില്ല? പോയിട്ടില്ല. ഈ സ്ഥലം നമ്മൾ രാവിലെ കണ്ട സ്ഥലമല്ലേ? നമ്മൾ രാവിലെ കണ്ടു, പക്ഷെ നമ്മളങ്ങോട്ട് കയറിയില്ല. നമുക്ക് കയറി നോക്കാം. ഇവിടെ പ്രേതവും ഒരു കുന്തവും കാണത്തില്ല. ഒരു ചുമ്മാ പറയുന്നേക്ക്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. പ്രേതമൊന്നും കാണത്തില്ലായിരിക്കും. ഇങ്ങനെ അകത്തോട്ടൊരു മതിൽ അടിക്കറാം. വീണല്ലോ വീണു. എന്നാലും ഈ സ്ഥലം കാണാൻ ഇച്ചിരിയൊക്കെ പേടി വന്നിട്ടോ, പക്ഷേ സ്കേറി എക്സ്പീരിയൻസ് തരുന്നു. ഇവിടെയൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ. അകത്തൊരു സൈക്കിൾ കിടപ്പുണ്ട് ഗൈസ്. അകത്തൊരു സൈക്കിൾ കിടപ്പുണ്ടല്ലോ. ഈ സൈക്കിള് കുട്ടികളെ അയക്കും ഗൈസ്. ചുമ്മാ ഇവർ പറയുന്ന ഗൈസ്, ഇതൊന്നും വിശ്വസിക്കരുത് ഗൈസ്. ഇവർ ചുമ്മാ കള്ളം പറയുന്നത്. പിന്നെ കരയുന്ന ശബ്ദം കേൾക്കുന്നേ, ചുറ്റും കരയുന്ന തോന്നുകയാണോ? അല്ലെങ്കിൽ ശരിക്കും പ്രേതമുണ്ട്. മുമ്പേ പ്രേതമുണ്ട്. ഓടോടോടോടോടെ പ്രേതമുണ്ട് ഇവിടെ. പ്രേതമുണ്ട്, ശരിക്കും പ്രേതമുണ്ട് ഇവിടെ. ഓടോടോടോടോടാ. അയ്യോ, മാതിരി താഴെ വീണാൻ പ്രശ്നമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാതെ പറ്റത്തുള്ളൂ ഈ പ്രേതം കണ്ടാൽ. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ എന്നാലും പോകാൻ പ്രശ്നമൊന്നുമില്ല. പോവാടെ ബൈക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇത്ര അകലെ പോകാൻ പറ്റും, അത്ര അകലെ പോകാം. പോലീസ് സ്റ്റേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അടുത്തെത്തിയിട്ടുണ്ട്. അകത്തോട്ട് പോകാൻ നമുക്കിനി പോലീസ് സ്റ്റേഷൻ്റെ അകത്തോട്ട് പോകാം ഗൈസ്. ഫസ്റ്റ് ബൈക്ക് ഇവിടെ നിർത്തിയിട്ടേ ഗൈസ്. സാർ, അവിടെ ഒരു ക്രൈം സ്ഥലമില്ല ഗൈസ്. അവിടെ ഞാൻ പോയി സാർ. അവിടെ പോയപ്പോൾ ഒരു കരയുന്ന ശബ്ദം കിട്ടും. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ പ്രേതം ഒരുക്കിയ സാർ. ഇങ്ങോട്ടൊക്കെ എത്ര പ്രാവശ്യം അവിടെ പറഞ്ഞേക്കുന്നത് അങ്ങോട്ടൊന്ന് പോകുന്നത് കേൾക്കാനും ജയിലിനകത്ത് കിടക്കും. നീ അങ്ങോട്ട് പോയതല്ലേ? എന്നെ വെളിയിൽ വിട്. ഞാൻ ഒരു കുറ്റം ചെയ്ത് ഞാൻ അങ്ങോട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ വെളിയിൽ വിടും മര്യാദയ്ക്ക് സാറേ. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുന്ന? എൻ്റെ ഓഫ് പൊട്ടിക്കാൻ പറ്റില്ല. മുമ്പിൽ ആൾക്കാരെ കൊണ്ട് എങ്ങനെ രക്ഷപ്പെടാനാ? എന്താ ബ്രദർ, ഇവിടെ പെട്ടുപോയോ? നീ ജയിലിൽ വിടുന്ന കൊന്ന് എവിടും പോകാൻ പറ്റില്ല ജയിലിനകത്ത് തന്നെ. കരഞ്ഞ് കാല് പിടിച്ച് എനിക്ക് വിളി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. നമുക്ക് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം. അതാ നല്ല കാര്യമില്ല. ഇനി ഞാനൊന്നും അങ്ങോട്ടൊന്നും ഇല്ല. തീരും ഞാനവിടെ ശരിക്കും കണ്ടില്ലെങ്കിൽ എനിക്ക് തോന്നിയതാണോ അറിയത്തില്ല. ഞാനിനി അങ്ങോട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുക, അതാ പറ്റത്തുള്ളൂ. ചുമ്മാ ഞാൻ ആ സ്ഥലത്തോട്ട് ഞാനൊന്നുമില്ല ഇനി. പേടിയാവാ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ആ സ്ഥലമെന്ന് പറയാം. പേടിയാ. പ്രശ്നമൊന്നും ഇല്ലായിരിക്കും. ഇവിടെ ബൈക്ക് എടുത്തിട്ട് നമുക്ക് പോകാം. വീട്ടിനകത്തോട്ട് പോയി നമുക്ക് കിടന്നുറങ്ങാം. രാവിലെ ആയോ? എങ്ങനെയെങ്കിലും ഇനി അവിടെ പോയിട്ട് നമുക്ക് ഇല്ല ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇനി സെർച്ച് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇങ്ങനെ നമ്മളിനി ചെയ്തില്ലെങ്കിൽ നമ്മുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് തോന്നുന്നു. ഒന്നാമത് ടെൻഷനൊക്കെ അവിടെ പോയപ്പോൾ തൊട്ട് ഭയങ്കര പേടി. അവിടെ പോയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഉറങ്ങും. രാവിലെ അല്ലേ, രാത്രി പോയല്ലേ അവിടെ പ്രശ്നം. രാവിലെ പോയ പ്രശ്നം കാണത്തില്ലല്ലോ. എൻ്റെ പൊന്നു, കണ്ടാൽ പേടിയോ സ്ഥലമൊക്കെ. ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് പോകാം. ഇതാരും കാണരുത്. പക്ഷെ നമ്മൾ പോകുന്നതൊക്കെ മതിലടിയേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു പെടം പോലെ. ഇതാണ് ആ സ്ഥലം. ഇവിടെ ആ സൈക്കിൾ നടക്കുന്നത്. ഇവിടെ ചോരയുണ്ടല്ലോ കാണുന്നില്ല ഇപ്പോൾ.
ഇതാണെങ്കിൽ പ്രശ്നം. നമുക്ക് ഈ സൈക്കിൾ ഫസ്റ്റ് ഫോട്ടോ എടുക്കാം. സൈക്കിൾ എടുത്തേക്ക് നമുക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ സൈക്കിൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇത്രയും മതി. എന്തായാലും നാളെ ഇങ്ങോട്ട് വന്നിട്ട് വേറെ കാര്യങ്ങൾ ഫോട്ടോ എടുക്കാം. ഒരുപാട് നേരം ഇവിടെ നിൽക്കണം.